ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഇത് കണ്ടോ കുളം. ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാരറ്റും സവാളയൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും കാണും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. കുറച്ചധികം വെള്ളം എടുത്ത് അതൊന്ന് തിളയ്ക്കുമ്പോഴേക്ക് ഇതുപോലെ പ്ലെയിൻ നൂഡിൽസ് എടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഇതിലേക്കിനി 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി ഞാൻ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഡ്രെയിൻ ചെയ്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്തെടുക്കുമ്പോൾ ഇത് തമ്മിൽ ഒട്ടത്തില്ല, പ്രത്യേകമായി തന്നെ ഇരിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ചെറിയ 3 ക്യാരറ്റ് ഇതുപോലെ കുറച്ച് നീളത്തിന് കട്ട് ചെയ്ത് എടുത്തതാണ്. അതിന് തീരെ സ്ലൈസ് ചെയ്തിട്ടൊന്നുമില്ല, ഈ ഒരു കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ 2 സവാള ഞാനിവിടെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബെൽ പെപ്പർ അതായത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഞാൻ ഈ കടായി ഉപയോഗിക്കുമ്പോൾ ഇതെവിടെ നിന്നാണ്, ഇതെങ്ങനെ വാങ്ങും എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മേയറിൻ്റെ സെലക്ട് എന്ന് പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയാണ്. എനിക്ക് നല്ല കംഫർട്ടാണ് കേട്ടോ. ഇത് ചൂടൊന്നും അങ്ങനെ പിടിക്കത്തില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഇതിന് 10 വർഷത്തെ വാറണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതിപ്പോൾ കണ്ടോ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇപ്പം ഇട്ട് കൊടുക്കണ്ട കേട്ടോ, സവാളയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് വഴറ്റി കൊടുക്കുന്നത് കേട്ടോ. വെജിറ്റബിൾസ് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയ ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പല്ല, ടൊമാറ്റോ സോസാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി സോസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ കാണിക്കുന്നതെന്ന് കരുതിയിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം എന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലിപ്പോൾ മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം. ഇപ്പോൾ ചിക്കൻ, ഇപ്പോൾ തലേദിവസം ഉണ്ടാക്കിയ ചിക്കൻ പീസസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇതിലേക്ക് കട്ട് ചെയ്തിടാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് തയ്യാറാക്കാവുന്നു. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കിയതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നന്നായിട്ട് എല്ലാം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ടിഫിനിലാണെങ്കിൽ ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ടിഫിനിൽ പാക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു വിടാം.
ശരിക്കും എന്ത് രസമാണെന്ന് അറിയാമോ ഇവിടെ നിൽക്കാൻ. ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഇത് കണ്ടോ കുളം, വീടിന്റെ മുൻപിലാണ്. ഈ ഒരു തടം ഇറങ്ങി വരുമ്പോൾ കുളമാണ്. ഞാൻ ഇതിനു മുൻപ് എൻ്റെ ഒരു വ്ളോഗിൽ ഞാൻ ഇവിടെ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് അറിയാമായിരിക്കും. നല്ല രസമാണ് കേട്ടോ. കണ്ടോ, ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർ, എൻ്റെയൊക്കെ ചെറുതിൽ നമ്മളിവിടെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഈ കുളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ കുളിക്കാൻ ഈ കുളത്തിൽ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. നല്ല രസമാണ്. അതേ മഴ പെയ്തിട്ട് ഇങ്ങനെ മഴവെള്ളം വീഴുന്ന നോക്കിയേ.